കഴക്കൂട്ടം മണ്ഡലം LDF-ൽ നിന്ന് തിരിച്ചുപിടിക്കാൻ UDF കളത്തിലിറക്കിയിരിക്കുന്നത് ശരത് ചന്ദ്ര പ്രസാദിന്. മുൻ MLA കൂടിയായ ശരത് ചന്ദ്ര പ്രസാദിന്റെ ഒന്നാം ഘട്ട പ്രചാരണം ഇതിനോടകം അവസാനിച്ചു കഴിഞ്ഞു. തെക്കൻ കേരളത്തിൽ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴക്കൂട്ടം തിരിച്ചുപിടിക്കാൻ ഇത്തവണ UDF കളത്തിലിറക്കിയിരിക്കുന്നത് മുൻ MLA കൂടിയായിട്ടുള്ള ശരത്ചന്ദ്ര പ്രസാദിനെയാണ്. ഇപ്പോൾ 24-നൊപ്പം ചേരുന്നുണ്ട്. ഒരു UDF-ന്റെ മണ്ഡലമാണ് കഴക്കൂട്ടം. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി LDF-നൊപ്പമാണ്. തിരിച്ചുപിടിക്കാൻ കഴിയുമോ? 100%. ഇത് UDF-ന്റെ ശക്തമായ അടിവേരുള്ള സ്ഥലമാണ്. തലേക്കുന്നിൽ ബഷീർ, എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ തലേക്കുന്നിൽ ബഷീർ ജയിച്ചു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി ജയിച്ചു. പിന്നെ KPC പ്രസിഡന്റ് ഇപ്പോൾ ആയി മാറിയ MMS ജയിച്ചു. MVR ജയിച്ചു. 3 പ്രാവശ്യം MA വാഹിദ് ജയിച്ചു. ചെറിയൊരു കാലഘട്ടം UDF-ൽ നിന്ന് അല്പം ഒന്ന് വഴുതി. ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം ആരോപിക്കുന്നത് BJP CPM-ന്റെ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ രഹസ്യ ബാന്ധവമുണ്ട് എന്നുള്ളതാണ്. കഴക്കൂട്ടത്തുണ്ടോ? കരാറിൻ്റെ 10 പേരടങ്ങുന്ന കരാറിൽ 1 കഴക്കൂട്ടമാണ്. ബാന്ധവത്തിൽ 10. BJP ചോദിച്ചത് പണ്ട് 25 സീറ്റാണ്. കഴിഞ്ഞ തവണ ഇതൊന്നുമില്ലാതെ തന്നെ LDF-ന് 65 സീറ്റിൽ അങ്ങോട്ട് പിന്തുണച്ചു. ഇപ്പോൾ 25 സീറ്റ് ഇവർ ചോദിച്ചു. അത് 15ആയി. ഒടുവിൽ ഇപ്പോൾ 10-ൽ വന്ന് നിൽക്കുന്നു. 10-ൽ ഞാൻ അറിഞ്ഞത് ഇത് 6ാമത്തെ സീറ്റ് എന്നാണ്. പ്രചരണം ആദ്യഘട്ടം അങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ ജനങ്ങൾ നൽകുന്ന ഒരു പ്രതികരണം എങ്ങനെയൊക്കെയാണ്? ജനങ്ങളുടെ പിന്തുണ അതിശക്തമാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എൻ്റെ വ്യക്തിപരമായി ഈ മണ്ഡലവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. ഞാൻ രാഷ്ട്രീയക്കാരനാകുന്നത് ഈ മണ്ഡലത്തിൽ നിന്നാണ്. എൻ്റെ അമ്മയുടെ കുടുംബം ചേന്തി, ശ്രീകാര്യം ചേന്തിയാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ SM കോളേജിൽ പഠിച്ചതാണ്. എല്ലാ കാര്യവും അറിയാം. കാര്യം SM കോളേജിൽ വിട്ടാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. എൻ്റെ ശിരസ് മുതൽ പാദം വരെ വെട്ടി ഞുറുക്കി. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അതിൻ്റേതാണ്. ഈ കഴക്കൂട്ടത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. പൂർണ്ണമായി രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയത്തിൻ്റെ കൂട്ടത്തിൽ എന്നെ അറിയുന്നവർ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ കൂട്ടുകാർ, എൻ്റെ നാട്ടുകാർ, അക്ഷരാർത്ഥത്തിൽ ഞാൻ ഈ മണ്ണിൻ്റെ മണമുള്ള എൻ്റെ ചോരയുടെ ഗന്ധം, എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം ഈ മണ്ണിലുണ്ട്. എന്തായാലും വിജയിച്ച് കയറാനാവട്ടെ. ആശംസകൾ. UDF-ന് നഷ്ടമായിട്ടുള്ള കഴക്കൂട്ടം മണ്ഡലം ശരത്ചന്ദ്ര പ്രസാദിലൂടെ തിരിച്ചുപിടിക്കുവാനുള്ള ഒരു ഇടപെടലാണ് UDF നടത്തിയിരിക്കുന്നത്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.